എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ദൈവകൃപയാൽ കഴിഞ്ഞ 89 ദിവസങ്ങളിലായി മത്തായി സുവിശേഷം പൂർണ്ണമായി വായിക്കുകയും ചിന്തിക്കുകയും ചെയ്തു. മത്തായി സുവിശേഷം വിശദീകരണം എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതട്ടെ. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ഉണ്ടെങ്കിൽ ദയവായി അറിയിക്കുക. ഇന്നത്തെ വിശദീകരണത്തിൽ ആവർത്തന വിരസത ഒഴിവാക്കുന്നതിനായി മത്തായി സുവിശേഷത്തിൽ നാം നേരത്തെ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്ത കാര്യങ്ങൾ ഒഴിവാക്കി മത്തായി സുവിശേഷത്തിൽ വിശദീകരിക്കാത്തതും മാർക്കോസിൽ മാത്രമുള്ളതുമായ വേദഭാഗങ്ങൾ വിശകലനം ചെയ്യുന്നു. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായമാണ്. മർക്കോസ് 1-ാം അധ്യായം ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴി ഒരുക്കും. കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, അവന്റെ പാത നിരപ്പാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്ക് എന്നിങ്ങനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യോഹന്നാൻ വന്ന് മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചു, പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അവന്റെ അടുക്കൽ യഹൂദ്യദേശം ഒക്കെയും യെരുശലേമ്യർ എല്ലാവരും വന്നു തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. യോഹന്നാനോ ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ധരിച്ചു, വെട്ടുക്കിളിയും കാട്ടുതേനും ഉപജീവിച്ചും പോന്നു. എന്നിലും ബലമേറിയവൻ എൻ്റെ പിന്നാലെ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുമെന്ന് അവൻ പ്രസംഗിച്ചു പറഞ്ഞു. ആ കാലത്ത് യേശു ഗലീലയിലെ നസ്രത്തിൽ നിന്ന് വന്നു യോഹന്നാനാൽ യോർദാനിൽ സ്നാനം കഴിഞ്ഞു. വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവ് പോലെ തൻ്റെ മേൽ വരുന്നതും കണ്ടു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരുന്നു. ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോന്നു. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. അവൻ ഗലീല കടൽ പുറത്ത് നടക്കുമ്പോൾ ശീമോനും അവന്റെ സഹോദരനായ അന്ത്രിയോസും കടലിൽ വല വീശുന്നത് കണ്ടു. അവർ മീൻ പിടിക്കുന്നവരായിരുന്നു. യേശു അവരോട്, എന്നെ അനുഗമിപ്പിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. ഉടനെ അവർ വല വിട്ട് അവനെ അനുഗമിച്ചു. അവിടെ നിന്ന് അല്പം മുന്നോട്ട് ചെന്നപ്പോൾ സെബദിയുടെ മകനായ യാക്കോബും അവന്റെ സഹോദരനായ യോഹന്നാനും പടകിൽ ഇരുന്ന് വല നന്നാക്കുന്നത് കണ്ടു. ഉടനെ അവരെയും വിളിച്ചു. അവർ അപ്പനായ സെബദിയെ കൂലിക്കാരോടുകൂടെ പടകിൽ വിട്ടു അവനെ അനുഗമിച്ചു. അവർ കവർന്നഭൂമിയിലേക്ക് പോയി ശബ്ബത്തിൽ അവൻ പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചു. അവന്റെ ഉപദേശത്തിങ്കൽ അവർ വിസ്മയിച്ചു. അവൻ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവരെ ഉപദേശിച്ചത്. അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നിലവിളിച്ചു, നസ്രായനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിക്കുവാൻ വന്നുവോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. യേശു അതിനെ ശാസിച്ചു, മിണ്ടരുത്, അവനെ വിട്ടുപോ എന്ന് പറഞ്ഞു. അപ്പോൾ അശുദ്ധാത്മാവ് അവനെ ഇഴച്ച് ഉറക്കെ നിലവിളിച്ച് അവനെ വിട്ടുപോയി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇതെന്ത്? ഒരു പുതിയ ഉപദേശം! അവൻ അധികാരത്തോടെ അശുദ്ധാത്മാക്കളോടും കൽപ്പിക്കുന്നു, അവ അവനെ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. തമ്മിൽ വാദിച്ചുകൊണ്ടിരുന്നു. അവന്റെ ശ്രുതി വേഗത്തിൽ ഗലീല നാട് എങ്ങും പരന്നു. അനന്തരം അവർ പള്ളിയിൽ നിന്നിറങ്ങി യാക്കോബും യോഹന്നാനുമായി ശീമോന്റെയും അന്ത്രിയോസിന്റെയും വീട്ടിൽ വന്നു. അവിടെ ശീമോന്റെ അമ്മായിയമ്മ പനി പിടിച്ചു കിടന്നിരുന്നു. അവർ അവളെക്കുറിച്ച് അവനോട് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ അവരെ ശുശ്രൂഷിച്ചു. വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം അവർ സകലവിധ ദീനക്കാരെയും ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു.
പട്ടണമൊക്കെയും വാതിൽക്കൽ വന്നുകൂടിയിരുന്നു. നാനാവ്യാധികളാൽ വലഞ്ഞിരുന്ന അനേകരെ അവൻ സൗഖ്യമാക്കി. അനേകം ഭൂതങ്ങളെയും പുറത്താക്കി. ഭൂതങ്ങൾ അവനെ അറിയായ്ക കൊണ്ട് സംസാരിപ്പാൻ അവയെ സമ്മതിച്ചില്ല. അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ടു ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ശീമോനും കൂടെയുള്ളവരും അവന്റെ പിന്നാലെ ചെന്നു. അവനെ കണ്ടപ്പോൾ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ അടുത്ത ഊരുകളിലും പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്ക് പോക, ഇതിനായിട്ടല്ലോ ഞാൻ പുറപ്പെട്ടു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഗലീലയിലൊക്കെയും അവരുടെ പള്ളികളിൽ ചെന്ന് പ്രസംഗിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തു. ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു. യേശു മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു. മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. യേശു അവനെ അമർച്ചയായി ശാസിച്ചു, നോക്ക്, ആരോടും ഒന്നും പറയരുത്. എന്നാൽ ചെന്ന് പുരോഹിതന് നിന്നെ തന്നെ കാണിച്ച് നിന്റെ ശുദ്ധീകരണത്തിനു വേണ്ടി മോശെ കൽപ്പിച്ചത് അവർക്ക് സാക്ഷ്യത്തിനായി അർപ്പിക്ക എന്ന് പറഞ്ഞു. അവനെ വിട്ടയച്ചു. അവനോ പുറപ്പെട്ടു വളരെ ഘോഷിപ്പാനും വസ്തുത പ്രസംഗിപ്പാനും തുടങ്ങി. അതിനാൽ യേശുവിന് പരസ്യമായി പട്ടണത്തിൽ കടപ്പാൻ കഴിയായക കൊണ്ട് അവൻ പുറത്ത് നിർജ്ജന സ്ഥലങ്ങളിൽ പാർത്തു. എല്ലായിടത്തു നിന്നും ആളുകൾ അവന്റെ അടുക്കൽ വന്നുകൂടി. മർക്കോസ് 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭമെന്ന് മർക്കോസ് തന്റെ സുവിശേഷം ആരംഭിക്കുന്നു. അതായത് ഈ സുവിശേഷം യേശുക്രിസ്തുവിനെ ആസ്പദമാക്കിയുള്ള സന്ദേശത്തിന്റെ ആരംഭമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. സുവിശേഷം എന്നാൽ നല്ല വാർത്ത എന്നാണ് അർത്ഥം. അത് രക്ഷയുടെ സന്ദേശത്തിന്റെ പ്രഖ്യാപനമാണ്. മർക്കോസ് യേശുവിനെ ക്രിസ്തു, അതായത് അഭിഷിക്തനായ രാജാവ് എന്ന് ദൈവത്തിന്റെ പുത്രൻ എന്നുമാണ് വിശേഷിപ്പിക്കുന്നത്. ഈ പ്രഖ്യാപനം പഴയ നിയമത്തിൽ പ്രതീക്ഷിച്ചിരുന്ന മിശിഹ അഥവാ ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പഴയ നിയമ പുസ്തകങ്ങളിൽ പ്രവചിച്ചിരിക്കുന്നത് നിറവേറിയതിന്റെ സാക്ഷ്യമാണ് എന്ന് വ്യക്തമാണ്. ഉദാഹരണത്തിന് യശയ്യാപ്രവചനം 61-ന്റെ 1-ാം വാക്യത്തിൽ എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിക്കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെ ഒക്കെയും ആശ്വസിപ്പിക്കുവാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിനു പകരം ആനന്ദ തൈലവും വിഷണ്ട മനസ്സിനു പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന് നാം വായിക്കുന്നതിൽ ക്രിസ്തുവിനെ സുവിശേഷ ദൗത്യത്തിനായി തന്നെ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തു അയച്ചതായി വ്യക്തമായി പ്രവചിച്ചിരിക്കുന്നതായി നാം വായിക്കുന്നു. മർക്കോസ് 1-ാം അധ്യായം 21-28 വരെയുള്ള വാക്യങ്ങളിൽ യേശു കവർനഹൂമിലെ സിനഗോഗിൽ ഉപദേശിക്കുന്ന സംഭവത്തെ വിവരിക്കുന്നു. യേശു ശബത്ത് ദിവസത്തിൽ പള്ളിയിൽ സംസാരിച്ചപ്പോൾ കർത്താവിന്റെ ഉപദേശത്തിൽ അവർ അത്ഭുതപ്പെട്ടു എന്നും, കാരണം യേശു അവരെ പഠിപ്പിച്ചത് ശാസ്ത്രിമാരെ പോലെയല്ല അധികാരമുള്ളവനായിട്ടായിരുന്നു എന്ന് നാം വായിക്കുന്നു. ആ സമയത്ത് പിശാച് ബാധിച്ച ഒരു മനുഷ്യൻ നിലവിളിച്ചു. എന്നാൽ യേശു അവനെ ശാസിച്ചു. നിശബ്ദത പാലിക്കുക എന്ന കർശന ശാസനയോടെ ആ അശുദ്ധാത്മാവിനെ പുറത്താക്കി എന്ന് നാം വായിക്കുന്നു. ആ അശുദ്ധാത്മാവ് പോലും പുറപ്പെട്ടു പോകും മുമ്പ് ക്രിസ്തു യേശുവിനെ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് വിളിക്കുന്നതായി നാം കാണുന്നു. ഈ സംഭവത്തിന് ശേഷം യേശുവിന്റെ പ്രശസ്തി ഗലീലയിൽ മുഴുവൻ പ്രചരിച്ചു എന്ന് നാം വായിക്കുന്നു. മർക്കോസ് 1-ാം അധ്യായം 35-ാം വാക്യത്തിൽ യേശു അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോഴേ ഏകാന്തമായി പ്രാർത്ഥിക്കുവാൻ പോയി എന്ന് നാം വായിക്കുന്നതിൽ മനുഷ്യാവതാരത്തിൽ മനുഷ്യനെന്ന നിലയിൽ യേശുവിന്റെ ദൈവത്തിനൊപ്പമുള്ള നിരന്തരമായ പ്രാർത്ഥനയിലൂടെയുള്ള ബന്ധത്തിന്റെ ഒരു ഉദാഹരണമാണ്. മാത്രമല്ല, ദൈവത്തിന്റെ ഭക്തനായ ഒരു മനുഷ്യൻ ദിവസവും പ്രത്യേകിച്ച് രാവിലെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദിവസം തുടങ്ങണമെന്ന മാതൃകയും ഇവിടെ നാം കാണുന്നു. പലരും കർത്താവിനെ അന്വേഷിക്കുകയും ശീമോനും കൂടെയുള്ളവരും അവന്റെ പിന്നാലെ ചെന്നു. എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു അവരോട്, ഞാൻ മറ്റുള്ള സ്ഥലങ്ങളിൽ പോകേണ്ടതാണ്, ഇതിനായിട്ടല്ലോ ഞാൻ പുറപ്പെട്ടു വന്നിരിക്കുന്നത് എന്ന് പറയുന്നു. ദൈവപുത്രനായ യേശു ക്രിസ്തു തന്റെ ദൗത്യത്തിനു മുൻപ് ദൈവത്തിൽ ആശ്രയിച്ച് ശക്തി പ്രാപിക്കാൻ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നത് കർത്താവിനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. എങ്കിൽ തികച്ചും ബലഹീനരായ നാം ഓരോരുത്തരും ഒരു നല്ല വിശ്വാസ ജീവിതം നയിക്കുവാൻ എത്രത്തോളം പ്രാർത്ഥനയിൽ ജാഗരിക്കേണ്ടതാണ് എന്ന് വ്യക്തമാണ്.